അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യലിന് എന്താണ് ചെയ്യണത്? ചാളയാണ് കേട്ടോ കിട്ടിയേക്കണത്. ചാള ഞാൻ തലയൊക്കെ വെച്ച് ഇതുപോലെ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ തല നീട്ടിയാണ് വെട്ടി റെഡിയാക്കിയേക്കണത്. അപ്പോൾ എല്ലാ മസാലയൊക്കെ പുരട്ടി ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ അരച്ചെടുത്തിട്ട് അരപ്പ് പുരട്ടിയതാണ് കേട്ടോ. അപ്പോൾ വലിയ ചാളയാണ്, നല്ല മുട്ടച്ചാളയാണ്. അപ്പോൾ അതൊക്കെ അരച്ച് ഇതിൽ ഒരു അരമണിക്കൂറോളമായി ഞാനിത് പുരട്ടി വെച്ചിട്ട് അപ്പോൾ ഇനി ഇത് പൊരിക്കാനുള്ളതാണ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരൈറ്റം നമ്മുടെ മത്തി വറുക്കണേ കേട്ടോ. ഞാൻ ചാറില്ലാത്തതുകൊണ്ട് ഞാൻ രസം ഉണ്ടാക്കി. മത്തി വറുത്തതായതുകൊണ്ട് ചാറ് വേറെ കറിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ മത്തി വറുത്തതാണ് ഒരു കറി. നമ്മുടെ മത്തി റെഡിയായി കേട്ടോ. മത്തി പൊരിച്ചത് റെഡിയായി. അപ്പോൾ നല്ല മുട്ടച്ചാളയാണിത്. അപ്പോൾ ഇന്നത്തെ ഒരൈറ്റം എൻ്റെ എന്താണെന്നറിയാമോ? അമരപ്പയറാണ് കേട്ടോ. കുറച്ച് അമരപ്പയറുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുമൂന്ന് ചെമ്മീനൊക്കെ ഇട്ട് ഉലത്തന്നെയാണ് കേട്ടോ. ഞാൻ വേണ്ട ചെമ്മീൻ അവിടെ ഇവിടെ ഓരോന്നുണ്ട് കേട്ടോ. അതെ വേണ്ട. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ താളിച്ച് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എരിവിന് ഞാൻ 2-3 നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഞാനപ്പോൾ പച്ചക്കറികൾക്ക് അങ്ങനെ അധികം കൂടുതൽ മുളക് പൊടി ഉപയോഗിക്കാറില്ല. എരിവിന് പച്ചമുളകും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഉപയോഗിക്കും. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഒരു സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ ഇന്ന് ഉച്ചക്കത്തെ ഊണിന് നമുക്ക് ചാറൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അല്പം രസം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ രസമൊക്കെ റെഡിയാക്കി. അപ്പോൾ ഈ രസത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് മല്ലിയില കിട്ടി. അപ്പോൾ അല്പം രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചാറിന്. അപ്പോൾ അല്പം ലാസ്റ്റ് നമുക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് രസം ഇറക്കാം. നാടൻ രസമാണിത്. അങ്ങനെ ഒരു കറി രസമാണ് കേട്ടോ. ചാറ് കറി രസമാണ്. ഓക്കെ.